ഫൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പം മുന്നത്തെ പോലെയല്ല, പലതരത്തിലുള്ള നല്ല ഇനം പഴങ്ങളുടെ ചെടികൾ നമുക്കിപ്പോൾ നഴ്സറികളിൽ ലഭ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നല്ലതുപോലെ വളരുന്ന പല വിദേശ ഇനം ചെടികളും നമുക്കിപ്പോൾ നഴ്സറികളിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ഇനം പഴങ്ങൾ കായ്ക്കുന്ന ചെടികൾ നമ്മൾ നഴ്സറികളിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന് നടുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്ഥല സൗകര്യം. അപ്പോൾ അധികം ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ചെടികൾ വെക്കാൻ സ്ഥലമില്ല, വീട്ടിൽ സൗകര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്ക് കണ്ടെയ്നർ ഗാർഡനിങ്ങിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. സ്ഥലപരിമിതിയുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കണ്ടെയ്നർ ഗാർഡനിങ്. അതായത് വലിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ ബാരലിലോ ഒക്കെ മണ്ണ് നിറച്ചിട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടെയ്നർ ഗാർഡനിങ്. അപ്പോൾ ഇത്തരത്തിൽ പഴങ്ങൾ കായ്ക്കുന്ന ചെടികൾ നമ്മുടെ ഗാർഡനിൽ മറ്റുള്ള പൂച്ചെടികളുടെ കൂടെയൊക്കെ വെക്കുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇത്തരത്തിൽ കണ്ടെയ്നറിൽ ചെടികൾ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വളർച്ച കിട്ടുന്നതാണ്. അതായത് നല്ല ഗ്രോത്ത് ചെടികൾക്ക് കാണുന്നതാണ്. കാരണം ഇട്ടുകൊടുക്കുന്ന വളങ്ങൾ മുഴുവനായിട്ട് ചെടികൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് ചെടികൾക്ക് നല്ല വളർച്ച കാണിക്കുന്നത്. ചില മരങ്ങളൊക്കെ നിലത്ത് വെക്കുന്നതിനേക്കാളും കൂടുതൽ വളർച്ച കണ്ടെയ്നറിൽ വെക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിലത്ത് വെക്കുന്നതിനേക്കാൾ, അതായത് ഗ്രൗണ്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ കായ്ക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുന്നുണ്ട്. ഇതിൻ്റെ വേര് ഇതിൽ തിങ്ങി നിറയുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പെട്ടെന്ന് കായ്ക്കാനുള്ള ടെൻഡൻസി ചെടികൾക്ക് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് കണ്ടെയ്നർ നമുക്ക് വെയിലുള്ള സ്ഥലത്തേക്കോ പിന്നെ അതുപോലെ ഷെയ്ഡുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ വെയിലുള്ള സമയത്തേക്ക് തണലിലേക്ക് മാറ്റി വെക്കാനും പിന്നെ അതുപോലെ തന്നെ പാർഷ്യൽ ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടെയ്നറുകളിൽ ചെടികൾ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. കണ്ടെയ്നറുകളിൽ ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടെയ്നർ സെലക്ഷൻ തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള കണ്ടെയ്നർ തിരഞ്ഞെടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായി 2 തരത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ റെഡിമെയ്ഡായിട്ട് നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ചട്ടിയുടെ ആകൃതിയിലുള്ള കണ്ടെയ്നർ, ഇതൊരു ഫൈബർ മെറ്റീരിയലാണ്. രണ്ടാമത്തേത് ബാരൽ അല്ലെങ്കിൽ നീല കളറിൽ കാണുന്ന ഡ്രം, ഇവയൊക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ള കളറിൽ കാണുന്ന ബാരലൊക്കെ ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 ലിറ്റർ 80 ലിറ്റർ എന്നീ അളവിൽ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് ചെടിയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ചെടിയുടെ ഗ്രോത്ത് എങ്ങനെയാണ്, ചെടിയുടെ വണ്ണം എന്നിവയെല്ലാം നോക്കിയതിന് ശേഷമാണ് കണ്ടെയ്നർ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യേണ്ടത്. കടയിൽ നിന്നും കണ്ടെയ്നറുകൾ വാങ്ങുന്ന സമയത്ത് അതിന് ഡ്രെയിനേജ് ഹോൾ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ചട്ടിയുടെ രൂപത്തിലുള്ള റെഡിമെയ്ഡ് കണ്ടെയ്നറുകളാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിന് സാധാരണയായിട്ട് ഹോൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതുപോലെ നീല നിറത്തിൽ കാണുന്ന വലിയ ഡ്രം ആണെങ്കിൽ അല്ലെങ്കിൽ ബാരൽ, അതുപോലത്തെ വലിയ ബാരലോ അല്ലെങ്കിൽ ഡ്രമ്മോ ആണെങ്കിൽ അതിന് സാധാരണയായി ഹോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ ഡ്രെയിനേജ് ഹോൾ ഇല്ല എങ്കിൽ ഡ്രമ്മിൻ്റെ അടിഭാഗത്തായിട്ട് സൈഡ് വശത്തായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഡ്രമ്മിൻ്റെ ഏറ്റവും അടിവശം, അതായത് മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുക്കാത്തതാണ് നല്ലത്. സൈഡ് വശത്തിൽ മാത്രം കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുക. അടിഭാഗത്ത് ഏറ്റവും ബോട്ടമായിട്ടുള്ള ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം തന്നെ മണ്ണിലേക്ക് ഒലിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നമുക്ക് ഡ്രമ്മിൻ്റെ അല്ലെങ്കിൽ ബാരലിൻ്റെ സൈഡിലൊക്കെ വശങ്ങളിലായിട്ട് നമുക്ക് ഹോളുകൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചെടിക്ക് ആവശ്യമുള്ള കണ്ടെയ്നർ സെലക്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ സൈഡിലൊക്കെ ഹോൾ ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് പോട്ടി മിക്സ് നിറക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി മണ്ണ്, ചകിരിച്ചോറ്, പിന്നെ അതുപോലെ ജൈവവളങ്ങളായിട്ട് ഉണക്ക ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, പിന്നെ അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കണ്ടെയ്നറിൽ നിറക്കാവുന്നതാണ്. ഇപ്പോൾ ഇവയെല്ലാം എടുക്കുന്നതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള കണ്ടെയ്നറിൻ്റെ 1/4 ഭാഗത്തോളം മണ്ണും ചകിരിച്ചോറും വരുന്ന രീതിയിൽ എടുത്തിരിക്കണം. ബാക്കിയുള്ള 1/4 ഭാഗത്തേക്കുള്ള വളങ്ങളും എടുത്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം കണ്ടെയ്നറിൽ നിറക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടെയ്നറിൽ മണ്ണ് നിറക്കുന്നതിന് മുന്നേ കണ്ടെയ്നറിൻ്റെ ഉൾഭാഗത്ത് അടിഭാഗത്തായിട്ട് ഓടിൻ്റെ പീസുകളോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ പീസുകളോ വെച്ച് കൊടുത്താൽ നമ്മളിത് ഫ്യൂച്ചറിൽ റീപോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെടി വെച്ചതിന് ശേഷം കൃത്യമായി വളപ്രയോഗം ചെയ്യണം. അതുപോലെ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ 1.5 വർഷം കഴിയുമ്പോഴെങ്കിലും റീപോർട്ടിംഗ് ചെയ്യുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും ചെടിയുടെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്.
അതായത് കണ്ടെയ്നറിൽ നിന്നും ചെടി ഇളക്കിയെടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ അടിയിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതേ സെയിം കണ്ടെയ്നറിൽ തന്നെ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് വലിയ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുകയോ ചെയ്യുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ ചില സമയങ്ങളിൽ ചെടിയുടെ വേര് കണ്ടെയ്നറിൻ്റെ പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് കണ്ടെയ്നറിൻ്റെ അടിഭാഗത്ത് കൂടി, അതായത് ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഹോളിട്ട് കൊടുത്ത അതിലൂടെയൊക്കെ വേരുകൾ പുറത്തേക്ക് വന്നിട്ട് അത് മണ്ണിലേക്ക് ഇറങ്ങുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കത് അപ്പോൾ കണ്ടെയ്നർ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കാനോ മൂവ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി കണ്ടെയ്നർ വെക്കുന്ന സമയത്ത് കണ്ടെയ്നറിൻ്റെ അടിയിൽ ടൈൽസിൻ്റെ കഷ്ണങ്ങളോ ടൈൽസ് പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റോ അങ്ങനെ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കണ്ടെയ്നർ വെച്ചിട്ട് വേണം നമ്മൾ ചെടികൾ നടാൻ വേണ്ടി. കടയിലൊക്കെ കാണുന്ന നീല നിറത്തിലുള്ള വലിയ ഡ്രമ്മാണ് നമ്മൾ ഇതിന് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് 2 കണ്ടെയ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ സെൻട്രൽ കട്ട് ചെയ്തതിന് ശേഷം അത് 2 ഭാഗമായിട്ട് നമുക്ക് 2 കണ്ടെയ്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് കണ്ടെയ്നറുകളിൽ നമ്മൾ ഫ്രൂട്ട്സുകളുടെ ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പലതരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ചെടികൾ നമുക്ക് കണ്ടെയ്നറുകളിൽ ഈസി ആയിട്ട് വളർത്താവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും മാവുകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ കാലപ്പാടി, പിന്നെ അതുപോലെ തന്നെ അധികം ഉയരം വെക്കാത്ത ബുഷായിട്ട് വളരുന്ന മാവിൻ തൈകളൊക്കെ കണ്ടെയ്നറുകളിൽ ഈസി ആയിട്ട് വളർത്താവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ റംബൂട്ടാൻ, സപ്പോട്ട, അത്തി, ചാമ്പ, ഞാവൽ, ഡ്രാഗൺ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട് അങ്ങനെയുള്ള ചെടികളൊക്കെ ഈസി ആയിട്ട് കണ്ടെയ്നറുകളിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കണ്ടെയ്നർ ഗാർഡനിങ്. അപ്പോൾ ഒരുപാട് ആളുകൾ സ്ഥലമില്ലാത്തത് കൊണ്ടും പറമ്പുകളില്ലാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലമുള്ളവർക്കും വീട്ടുമുറ്റത്ത് പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കായ്ക്കുന്ന ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഈ ഒരു രീതിയിൽ. വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും ഇതുപോലെ കണ്ടെയ്നറുകളിൽ നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അധിക ആളുകളും ടെറസിൻ്റെ മുകളിലാണ് ഇത്തരത്തിൽ നല്ല പഴങ്ങൾ കായ്ക്കുന്ന ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.